ജിൻഡോ, നോറ ഈ സീസണിൽ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആയിട്ടുള്ള രണ്ട് പേര്. വേറെ ആരെ എടുത്താലും ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരെല്ലാവരും ഡിപ്പെൻഡന്റ് ആയിരുന്നു. രണ്ടുപേരും മികച്ച രീതിയിൽ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച മത്സരാർത്ഥികളാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് നിന്ന മത്സരാർത്ഥികളാണ്. അവസാന ഘട്ടമായപ്പോഴാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒറിജിനലാണ് രണ്ടുപേരും. ടു ബി എക്സാക്ട്, നോറ സീക്രട്ട് റൂമിൽ നിന്നും അതിനുശേഷം കണ്ട നോറ ജിൻഡോയോട് സംസാരിക്കുന്ന ഗെയിം പ്ലാൻ എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു നല്ല കുട്ടിയായ നോറയായിരുന്നു. ഇന്നിപ്പോ നോറ പുറത്തായിട്ട് തിരിച്ചു വന്നപ്പോ ജിൻഡോ നോറയോട് ഒരു കാര്യം ചോദിച്ചു കിച്ചൺ ഏരിയ വെച്ചിട്ട്. നോറ ഷോക്ക്ഡ് ആയിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ലൈവിൽ കണ്ടു. ചോദ്യം ഇത്രയേ ഉള്ളൂ, നോറ നിന്റെ ഫാമിലി പ്രശ്നമൊക്കെ സോൾവ് ആയില്ലേ? ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, എന്റെ ഫാമിലിയാണ് എനിക്കെല്ലാം, ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് എന്ന്. സോൾവ് ആയി എന്നെന്തോ നോറ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ ആരേലും നോറയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ കണ്ടോ? അല്ല, ഇങ്ങനെ ഒരു കാര്യം അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ കണ്ടോ? ജിൻഡോ അല്ലാതെ ആരും അന്വേഷിക്കില്ല എന്നതാണ് സത്യം. അതിന് കാരണവും പുള്ളി വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഫാമിലിയാണ് പുള്ളിക്കെല്ലാം. അതാണ് ഇതിനകത്തെ മെയിൻ ഒരു പോയിന്റ്. ജിൻഡോയുടെ ക്വാളിറ്റി ആസ് എ ഗെയിമർ ആൻഡ് ഹ്യൂമൻ ബീങ് അത് ഈ സീസണിൽ വേറെ ആരെ കൊണ്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളിലാണ് ജിൻഡോയുടെ ഒരു ക്വാളിറ്റി നമ്മൾ കാണുന്നത്. സീസണിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം കണ്ടിട്ട് ജിൻഡോയെ വിലയിരുത്താൻ ഇരിക്കുന്നവർക്ക് അതൊന്നും മനസ്സിലാവണം എന്ന ഒരു നിർബന്ധവും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. സീസൺ മൊത്തം കണ്ട് ലൈവ് കണ്ട ആളുകൾക്ക് മനസ്സിലാവും ജിൻഡോ എന്ത് നല്ല മനുഷ്യനാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് പുള്ളിക്ക് സപ്പോർട്ട് കിട്ടുന്നത്.